നേരും നിറവുമുള്ള ഒരു ലോകത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ പുതുവർഷത്തിൽ നമ്മുടെ സാംസ്കാരിക നായകർ. അസമത്വവും അനീതിയുമില്ലാത്ത നാളുകളാണ് ഏവരുടെയും സ്വപ്നം. പ്രതീക്ഷകളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. 2016 കടക്കുമ്പോൾ നമുക്കും ഏറെ പ്രതീക്ഷകളുണ്ട്. നമ്മുടെ സാംസ്കാരിക നായകരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയെന്ന് ചോദിക്കാം. 2016 കടക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണ് വെച്ച് പുലർത്തുന്നത്? 2016 കേരളത്തെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും വളരെ നിർണായകമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗോഡ്സെ തിരിച്ചു വരുന്നു, അതിൻ്റെ ഭവിഷ്യത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു നാടകം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്വഹേട്ട് എം മുകുന്ദൻ്റെ ഒരു പഴയ കഥയ്ക്ക് ഒരു പൊളിറ്റിക്കൽ കണ്ടൻറ്റ് നൽകി ഞാൻ ഈ വർഷം ഒരു നാടകകൃത്ത് എന്ന നിലയ്ക്ക് തിരിച്ചു വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്ത്രീ ശാക്തീകരണവും മൂല്യങ്ങളുടെ വീണ്ടെടുപ്പുമാണ് സാഹിത്യകാരി KP സുധീരയുടെ 2016 സ്വപ്നങ്ങൾ. ചിതലിരിക്കുന്ന മൂല്യങ്ങളും അതുപോലെ ചിതറുന്ന ബന്ധങ്ങളും ഇതൊക്കെ കണ്ട് എഴുത്തുകാരായ ഞങ്ങളും ഖിന്നരാണ്. അപ്പം നമുക്ക് ഞാൻ എഴുത്തുകാരി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇനി വരുന്ന വർഷം വളരെ ശോഭനമായിരിക്കട്ടെ എന്നാണ്, പ്രത്യേകിച്ചിട്ട് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും. പ്രമുഖ അഭിഭാഷകനും രാഷ്ട്രീയ നേതാവുമായ PS ശ്രീധരൻപിള്ളയ്ക്ക് ഏറെ പ്രതീക്ഷകളുണ്ട്. നമ്മുടെ നാടിനെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തെക്കുറിച്ച്. സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഭാരതം 21ാം നൂറ്റാണ്ടിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന നിയാമകമായൊരു കാലഘട്ടത്തിൻ്റെ പ്രത്യാശയും പ്രതീക്ഷയുമാണ് നമുക്കുള്ളത്. ഡോക്ടർ അബ്ദുൽ കലാം പ്രവചിച്ചതുപോലെ 2020 ആകുമ്പോഴേക്കും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ, ഏറ്റവും ശക്തമായ രാജ്യമായി മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഭൂരിപക്ഷ ന്യൂനപക്ഷ തീവ്രവാദങ്ങൾ അവസാനിച്ച മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നാളുകൾ, അതാണ് MES പ്രസിഡന്റ് ഫസൽ ഗഫൂറിൻ്റെ പ്രതീക്ഷകൾ. പുതിയ വർഷത്ത് എൻ്റെ അഭിപ്രായത്തിൽ 2016 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഒരു വർഷമാണ്. അതുകൊണ്ട് എൻ്റെ ഉറച്ച തീരുമാനം എന്താണെന്ന് വെച്ചാൽ മതേതര ശക്തികളോടൊപ്പം നിൽക്കുകയും വർഗീയതക്കെതിരായിട്ട് പോരാടി മതേതര ജനാധിപത്യ മൂല്യങ്ങളുടെ വീണ്ടെടുപ്പ്, ഒപ്പം തന്നെ നന്മയുടെ പുതുവെളിച്ചം, അതാണ് ഏവരുടെയും പ്രതീക്ഷ. ക്യാമറമാൻ ഹുസൈനോടൊപ്പം കോഴിക്കോട് നിന്നും ഷിനിത് രാജ്.